DMRC മുഖ്യ ഉപദേഷ്ടാവ് ശ്രീധരൻ ഇന്ന് മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തും. കൊച്ചി മെട്രോയുടെ നിർമ്മാണ പുരോഗതി അദ്ദേഹം മുഖ്യമന്ത്രിയെ അറിയിക്കും. നിർമ്മാണ പ്രവർത്തനങ്ങളിൽ നിന്ന് സോമ കൺസ്ട്രക്ഷൻസിനെ ഒഴിവാക്കിയ സാഹചര്യത്തിൽ പുതിയ ടെൻഡർ വിളിക്കുന്നത് സംബന്ധിച്ച് കൂടിക്കാഴ്ചയിൽ തീരുമാനമെടുത്തേക്കും. രാവിലെ 9:30 മുഖ്യമന്ത്രിയുടെ ചേംബറിലാണ് കൂടിക്കാഴ്ച. മെട്രോയുടെ നിർമ്മാണം അടുത്ത വർഷം മാർച്ചിൽ പൂർത്തിയാക്കണമെന്ന് നേരത്തെ മുഖ്യമന്ത്രി നിർദ്ദേശിച്ചിരുന്നു. ജിഷ വധക്കേസിൽ ബംഗ്ലാദേശ് സ്വദേശിക്കായുള്ള അന്വേഷണം പോലീസ് ഊർജിതമാക്കി. പ്രത്യേക സംഘം മുർഷിദാബാദിൽ തുടരുകയാണ്. അന്വേഷണവുമായി ബന്ധപ്പെട്ട് പെരുമ്പാവൂരിലെ അന്യസംസ്ഥാന തൊഴിലാളികളുടെ ദേഹപരിശോധന ഇന്നും തുടരും. ജിഷ കൊല്ലപ്പെട്ട ദിവസം പെരുമ്പാവൂരിലുണ്ടാവുകയും പിന്നീട് ഒളിവിൽ പോവുകയും ചെയ്ത ബംഗ്ലാദേശ് സ്വദേശിയെ തേടിയാണ് അന്വേഷണ സംഘം മുർഷിദാബാദിൽ തുടരുന്നത്. ബംഗാളിൽ നിന്നുള്ള തൊഴിലാളികൾക്കൊപ്പം താമസിച്ചിരുന്നതിനാൽ ഇയാളെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ മുർഷിദാബാദിൽ നിന്ന് അറിയാൻ കഴിയുമെന്നാണ് പോലീസ് പ്രതീക്ഷിക്കുന്നത്. ജിഷ കൊല്ലപ്പെട്ട ദിവസവും തലേന്നുമായി ജിഷയുടെ നമ്പറിലേക്ക് 9 മിസ്ഡ് കോളുകൾ ഇയാളുടെ നമ്പറിൽ നിന്ന് വന്നതായി പോലീസ് നേരത്തെ കണ്ടെത്തിയിരുന്നു. ഈ വ്യക്തിക്ക് ജിഷയുമായി അടുത്ത ബന്ധമുണ്ട് എന്നാണ് പോലീസ് ഉറപ്പിക്കുന്നത്. അതോടൊപ്പം പെരുമ്പാവൂരിലെ അന്യസംസ്ഥാന തൊഴിലാളികളുടെ ദേഹപരിശോധന നടന്നുവരുന്നുണ്ട്. ജിഷയുമായുള്ള ബലപ്രയോഗത്തിനിടെ കൊലയാളിക്ക് മുറിവേറ്റതായി അന്വേഷണ സംഘത്തിന് വ്യക്തത ലഭിച്ചിരുന്നു. അതിനാൽ പരുക്കോ മുറിവുകളോ ഉണ്ടോ എന്ന് തിരിച്ചറിയാനാണ് ദേഹപരിശോധന തുടരുന്നത്. ജിഷയുടെ അമ്മ രാജേശ്വരിയെ വീണ്ടും ചോദ്യം ചെയ്യാൻ ശ്രമിച്ചുവെങ്കിലും നടന്നില്ല. ഇവർ മാനസികാസ്വസ്ഥത പ്രകടിപ്പിക്കുന്നതിനാൽ പിന്നീട് വിശദമായി ചോദ്യം ചെയ്യാനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. ഇതിനിടെ ജിഷയുടെ പിതാവ് പാപ്പുവിനെ താൻ രഹസ്യമായി പാർപ്പിച്ചിരിക്കുകയാണ് എന്നത് അടിസ്ഥാനരഹിതമായ ആരോപണമാണെന്ന് പൊതുപ്രവർത്തകൻ ജോമൻ പുത്തമ്പുരയ്ക്കൽ വ്യക്തമാക്കി. ജിഷ വധക്കേസിൽ കോൺഗ്രസ് നേതാവ് PP തങ്കച്ചനെതിരെ ഉന്നയിച്ച ആരോപണങ്ങളിൽ ഉറച്ചു നിൽക്കുന്നതായും തങ്കച്ചൻ തനിക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുന്നതിനെ സ്വാഗതം ചെയ്യുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കൊച്ചി. നാദാപുരം തൂണേരി വെള്ളൂരിലെ ഷിബിൻ വധക്കേസിൽ കോടതി നാളെ വിധി പറയും. 2015 ജനുവരി 22-നായിരുന്നു നാദാപുരത്തെ DYFI പ്രവർത്തകൻ ഷിബിനെ മുസ്ലിം ലീഗ് ക്രിമിനൽ സംഘം വെട്ടിക്കൊലപ്പെടുത്തിയത്. നാദാപുരത്ത് DYFI പ്രവർത്തകൻ ഷിബിനെ മുസ്ലിം ലീഗ് ക്രിമിനൽ സംഘം വെട്ടിക്കൊലപ്പെടുത്തിയ കേസിൽ കഴിഞ്ഞ ആഴ്ചയാണ് അതിവേഗ കോടതിയിൽ വിചാരണ പൂർത്തിയായത്. കേസിൽ ആകെ 66 സാക്ഷികളെ വിസ്തരിച്ചു. 151 രേഖകളും 55 തൊണ്ടിമുതലുകളും കോടതി പരിശോധിച്ചു. നാദാപുരത്തെ മുസ്ലിം ലീഗ് പ്രവർത്തകരായ തെയ്യമ്പാടി ഇസ്മയിലും സഹോദരൻ മുനീറും ഉൾപ്പെടെയുള്ളവർ രാഷ്ട്രീയവും വർഗീയവുമായ കാരണങ്ങളാൽ ഷിബിനെ ആക്രമിച്ച് കൊലപ്പെടുത്തിയെന്നാണ് കേസ്. ഷിബിനോടൊപ്പം ഉണ്ടായിരുന്ന മറ്റ് 6 പേർക്കും ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റിരുന്നു. 1 മുതൽ 11 വരെയുള്ള പ്രതികൾ കൊലപാതകത്തിൽ നേരിട്ട് പങ്കെടുത്തുവെന്നും 12 മുതൽ 17 വരെയുള്ള പ്രതികൾ മറ്റുള്ളവരെ രക്ഷപ്പെടാനും ഒളിവിൽ കഴിയാനും സഹായിച്ചുവെന്നായിരുന്നു പ്രോസിക്യൂഷൻ വാദം. കൊലപാതകം, വധശ്രമം, മാരകായുധം കൊണ്ട് പരിക്കേൽപ്പിക്കൽ, കലാപമുണ്ടാക്കൽ, തെളിവ് നശിപ്പിക്കൽ തുടങ്ങിയ വകുപ്പുകളാണ് പ്രതികൾക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. 2016 ഏപ്രിൽ 16-നാണ് പ്രത്യേക അന്വേഷണ സംഘം കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചത്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കോൺഗ്രസ് നേതാവ് K. സുധാകരന്റെ ചെയ്തികൾക്കെതിരെ വാർത്താസമ്മേളനം നടത്തി പ്രതികരിക്കുകയും പരാതിപ്പെടുകയും ചെയ്തതിന്റെ പേരിൽ ആക്രമണത്തിന് വിധേയനായി ഏറെക്കാലം ചികിത്സയിലായിരുന്ന പുഷ്പരാജൻ മരിച്ചു. അവസാനകാലം പരസഹായത്തോടെ കഴിഞ്ഞ പുഷ്പരാജൻ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ LDF-ന് വേണ്ടി തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനും ഇറങ്ങിയിരുന്നു. ഓട്ടോറിക്ഷ തൊഴിലാളിയായ പുഷ്പരാജന് നേരെ 2003 സെപ്റ്റംബർ 24-നാണ് വധശ്രമമുണ്ടായത്. പയ്യാമ്പലത്തേക്ക് ഓട്ടോറിക്ഷ ട്രിപ്പ് വിളിച്ച് 4 പേർ ഇരുമ്പ് തെണ്ണുകൊണ്ട് ഇരുകാലുകളും തല്ലിയൊടിക്കുകയായിരുന്നു. റിക്ഷ അഗ്നിക്കിരയാക്കുകയും ചെയ്തു. സഹോദരി ഷർമിളയെ മന്ത്രിയായിരുന്ന K. സുധാകരൻ കടത്തിക്കൊണ്ടുപോയി ചെന്നൈയിൽ രഹസ്യഭാര്യയാക്കി വെച്ചിരിക്കുകയാണെന്ന് 2003 ആഗസ്റ്റ് 19-ന് പുഷ്പരാജൻ വാർത്താസമ്മേളനം വിളിച്ച് തുറന്നു പറഞ്ഞതിന് തുടർച്ചയായാണ് ആക്രമണമുണ്ടായത്. വർഷങ്ങളോളം ചികിത്സയിൽ കഴിഞ്ഞ പുഷ്പരാജൻ അന്ന് മുഖ്യമന്ത്രിയായിരുന്ന AK ആന്റണിക്കടക്കം പരാതിയും നൽകിയിരുന്നു. 92 മുതൽ സുധാകരന്റെ അടുത്ത അനുയായിയായിരുന്ന പുഷ്പരാജൻ 13 വർഷം DCC അംഗവുമായിരുന്നു. K. സുധാകരന്റെ കണ്ണൂർ കോൺഗ്രസ് ആധിപത്യം പുഷ്പരാജനെയും പാർട്ടിയിൽ നിന്നകറ്റി. സുധാകരന് വളരെയധികം നേട്ടമുണ്ടാവുകയും ഈ പ്രസ്ഥാനം കെട്ടിപ്പടുക്കാൻ വേണ്ടി 1978-ന് ശേഷം ഇന്ദിരാഗാന്ധിയുടെ കൂടെ നിന്ന് പ്രവർത്തിച്ച ഒട്ടേറെ ത്യാഗം ചെയ്ത കോൺഗ്രസിൻ്റെ നേതാക്കളെയും പ്രവർത്തകന്മാരെയും മാനസികമായി തകർക്കുകയും ശാരീരികമായ പീഡനമേൽപ്പിക്കുകയും ചെയ്ത ഒരാൾ എന്നല്ലാതെ വേറെയൊന്നും സുധാകരനെക്കുറിച്ച് കോൺഗ്രസിൻ്റെ നേതാവിനെക്കുറിച്ച് പറയാനില്ല. പരസഹായത്തോടെ കഴിയേണ്ടി വന്ന അവസാനകാലം പുഷ്പരാജൻ LDF-നായി തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനും ഇറങ്ങിയിരുന്നു. പുഷ്പരാജന്റെ മൃതദേഹം നാളെ 10 മണിക്ക് പയ്യാമ്പലത്ത് സംസ്കരിക്കും. PV ജോഷില, ന്യൂസ് ബ്യൂറോ, കണ്ണൂർ. പുതിയ ഉത്തരവിറക്കി NGO അസോസിയേഷൻ നേതാവിന് UDF സർക്കാരിന്റെ കാലത്ത് അനർഹമായ സ്ഥാനക്കയറ്റം. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ സെക്യൂരിറ്റി അസിസ്റ്റന്റിന് ഗസറ്റഡ് പദവി നൽകാനാണ് ഖജനാവിന് നഷ്ടം വരുത്തിയ ആരോഗ്യവകുപ്പ് പുതിയ ഉത്തരവിറക്കിയത്. 2015 ഡിസംബറിലാണ് NGO അസോസിയേഷൻ നേതാവിനെ ഗസറ്റഡ് റാങ്കിലേക്ക് ഉയർത്താൻ
കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് പുതിയ ഉത്തരവിറക്കിയത്. കരസേനയിലെ സേവനവും സെക്യൂരിറ്റി അസിസ്റ്റന്റായി 5 വർഷം പ്രവൃത്തി പരിചയവുമുള്ള വ്യക്തിക്കാണ് സെക്യൂരിറ്റി ഓഫീസറായി സ്ഥാനക്കയറ്റം നൽകുക. എന്നാൽ അസോസിയേഷൻ നേതാവിന്റെ സ്ഥാനക്കയറ്റത്തിനായി 5 വർഷത്തെ പ്രവൃത്തി പരിചയം ആവശ്യമില്ലെന്നും SSLCയും കരസേനയിലെ സേവനവും മാത്രം മതിയെന്നും ചൂണ്ടിക്കാട്ടിയായിരുന്നു ആരോഗ്യവകുപ്പ് ഉത്തരവിറക്കിയത്. അനർഹമായ സ്ഥാനക്കയറ്റത്തിന് ആരോഗ്യവകുപ്പ് കൂട്ടുനിന്നതോടെ ഖജനാവിന് വൻ നഷ്ടമാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. കാസർഗോഡ് വാഹനാപകടത്തിൽ മരിച്ചവരുടെ സംസ്കാരം ഇന്ന് നടക്കും. ഇന്നലെ പള്ളിക്കരയിലുണ്ടായ വാഹനാപകടത്തിൽ ഒരു കുടുംബത്തിലെ 6 പേരാണ് മരിച്ചത്. നിയന്ത്രണം വിട്ട കാർ മരത്തിലിടിച്ചാണ് അപകടമുണ്ടായത്. ചേറ്റുകുണ്ട് സ്വദേശികളായ ഖൈറുനിസ, ഫാത്തിമ, സക്കീന, ഷാനിറ, സജീർ, റംസീന എന്നിവരാണ് മരിച്ചത്. 6 മാസം പ്രായമായ പിഞ്ചുകുഞ്ഞ് ഗുരുതര നിലയിൽ ചികിത്സയിലാണ്. കാസർഗോഡ് പള്ളിക്കരയിൽ നിയന്ത്രണം വിട്ട കാർ മരത്തിലിടിച്ചാണ് കുട്ടി ഉൾപ്പെടെ 6 പേർ മരിച്ചത്. ചേറ്റുകുണ്ട് സ്വദേശികളാണ് മരിച്ചവർ. വൈകിട്ട് 6:30 അപകടം നടന്നത്. ഇടിയുടെ ആഘാതത്തിൽ കാർ പൂർണ്ണമായും തകർന്നു. ഓടിക്കൂടിയ നാട്ടുകാരും പോലീസും ഫയർഫോഴ്സും ചേർന്ന് കാർ വെട്ടിപ്പൊളിച്ചാണ് അപകടത്തിൽപ്പെട്ടവരെ പുറത്തെടുത്തത്. 3 പേരുടെ മൃതദേഹങ്ങൾ ഉദുമ ആശുപത്രിയിലും 2 പേരുടെ മൃതദേഹങ്ങൾ കാഞ്ഞങ്ങാട് ആശുപത്രിയിലുമാണ് സൂക്ഷിച്ചിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്. ഫ്ലോറിഡ ആക്രമണത്തിന്റെ ഞെട്ടൽ മാറാതെ അമേരിക്കയുടെ ഹൃദയം തകർന്ന ദിനമെന്ന് പ്രസിഡന്റ് ഒബാമ പറഞ്ഞു. സംഭവത്തിൽ മരിച്ചവർക്ക് അന്ത്യാഞ്ജലി അർപ്പിക്കാൻ നിരവധി പേരാണ് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഫ്ലോറിഡയിൽ എത്തുന്നത്. പാരീസിൽ ഈഫൽ ടവറിലെ വിളക്കുകൾ അണച്ച് മരിച്ചവർക്ക് അന്ത്യാഞ്ജലി അർപ്പിച്ചു. പരിശുദ്ധിയുടെ റംസാൻ നാളുകൾ. ഏറെ വൈവിധ്യങ്ങളുമായാണ് കൊച്ചിയിലെ മാളുകൾ റംസാനെ വരവേറ്റുകൊണ്ടിരിക്കുന്നത്. അപൂർവയിനം പഴങ്ങളുടെയും നോമ്പുതുറ വിഭവങ്ങളുടെയും ശേഖരമാണ് ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിട്ടുള്ളത്. ഒറ്റ യാത്രയിൽ തന്നെ വേണ്ട വസ്തുക്കളെല്ലാം വാങ്ങാം. ഇതുവഴിയുള്ള സമയലാഭത്തിനൊപ്പം മാളുകളിൽ റംസാൻ വിപണിയിൽ ഏർപ്പെടുത്തിയിട്ടുള്ള വിലക്കുറവ് കൂടിയായതോടെ ജനങ്ങൾ ഒഴുകിയെത്തുകയാണ്. സമൂസ, കട്ട്ലറ്റ്, ഇറച്ചിപ്പത്തിരി, കോഴിയട, കൈപ്പൊള, ഉന്നക്കായ തുടങ്ങിയ പലഹാരങ്ങൾക്കൊപ്പം ഈത്തപ്പഴം, മാമ്പഴം, ആപ്പിൾ, ഓറഞ്ച്, പൈനാപ്പിൾ, റംബൂട്ടാൻ തുടങ്ങിയ പഴങ്ങളും ഉപഭോക്താക്കളെ കാത്തിരിക്കുന്നു. റംസാൻ വിപണിയിൽ മാത്രം ലഭിക്കുന്ന വിഭവങ്ങൾ വാങ്ങാൻ എല്ലാ മതസ്ഥരും എത്തുന്നുണ്ട്. ഇഫ്താർ ഉദ്ദേശങ്ങൾ തുടങ്ങിയെങ്കിലും എല്ലാ ആൾക്കാരും അത് മാക്സിമം സഹകരിക്കുന്നുണ്ട്. ജ്യൂസ് സ്പെഷ്യലായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ തരിക്കഞ്ഞി, നോമ്പിന് പറ്റുന്ന എല്ലാ തരത്തിലുള്ള വിഭവങ്ങളും നമ്മളിവിടെ ഒരുക്കിയിട്ടുണ്ട് ഈ പ്രാവശ്യം. മാളുകളിൽ ഒരുക്കിയ പ്രത്യേക റംസാൻ വിപണിയിൽ ഉപഭോക്താക്കളും സന്തുഷ്ടരാണ്. റംസാന്റെ ആദ്യ പത്തിലെ അവസാന നാളുകളാണിത്. അവസാന പത്തുകളിൽ വസ്ത്രവിപണി കൂടി സജീവമാകുന്നതോടെ മാളുകളിൽ തിരക്കേറും. കൊച്ചിയിൽ നിന്ന് സമീർ വഴങ്ങോട്. മുസ്ലിം അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ ഇഫ്താർ സംഗമം നടന്നു. തിരുവനന്തപുരത്ത് മുസ്ലിം അസോസിയേഷൻ ഹാളിൽ നടന്ന ഇഫ്താർ സംഗമത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ, പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല, മന്ത്രിമാർ, മത സാമുദായിക രംഗത്തെ പ്രമുഖർ തുടങ്ങിയവർ പങ്കെടുത്തു. പതിവ് പോലെ ഇക്കുറിയും മുസ്ലിം അസോസിയേഷൻ സംഘടിപ്പിച്ച ഇഫ്താർ സംഗമത്തിൽ സമൂഹത്തിലെ നാനാതുറയിലുള്ള നിരവധി പ്രമുഖർ പങ്കെടുത്തു. തിരുവനന്തപുരം നന്ദാവനത്തെ മുസ്ലിം അസോസിയേഷൻ ഹാളിലായിരുന്നു ഇഫ്താർ സംഗമം. മുഖ്യമന്ത്രി പിണറായി വിജയൻ, പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല, മന്ത്രിമാർ, MLA മാർ, വിവിധ മതങ്ങളിലെ വൈദികർ, രാഷ്ട്രീയ നേതാക്കൾ തുടങ്ങി നിരവധി പേർ സംഗമത്തിനെത്തിയിരുന്നു. ചടങ്ങിൽ സംസാരിച്ച പ്രമുഖർ റംസാൻ സന്ദേശം നൽകാനും മറന്നില്ല. നോമ്പുതുറയുടെ ഭാഗമായി ഇഫ്താർ സംഗമത്തിൽ വൈവിധ്യമാർന്ന നോമ്പുതുറ വിഭവങ്ങളും ഒരുക്കിയിരുന്നു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ഇനി നമ്മുടെ MLA. കടുത്തുരുത്തിയിൽ കാർഷിക മേഖലയുടെ പ്രതിസന്ധി പരിഹരിക്കാനുള്ള പരിശ്രമങ്ങൾക്കാണ് മുൻഗണനയെന്ന് അഡ്വക്കേറ്റ് മോൻസ് ജോസഫ് MLA പറഞ്ഞു. സാങ്കേതിക കാരണങ്ങളാൽ മണ്ഡലത്തിൽ മുടങ്ങിക്കിടക്കുന്ന പദ്ധതികൾ പൂർത്തീകരിക്കും. ഗ്രാമപഞ്ചായത്തുകളുടെ സഹകരണത്തോടെ പ്രാദേശിക വികസനത്തിന് പുതിയ പദ്ധതികൾ ആവിഷ്കരിക്കുമെന്നും മോൻസ് ജോസഫ് പറഞ്ഞു. കടുത്തുരുത്തിയിൽ 42,256 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലായിരുന്നു അഡ്വക്കേറ്റ് മോൻസ് ജോസഫിന്റെ വിജയം. സംസ്ഥാനത്തെ UDF MLA-മാരിൽ ഭൂരിപക്ഷത്തിന്റെ കാര്യത്തിൽ 2ാം സ്ഥാനമാണ് മോൻസിന്. വലിയ ഉത്തരവാദിത്തത്തിലേക്കുള്ള ഒരു ചുവടുവയ്പായി ഈ വിജയത്തെ കണ്ടുകൊണ്ട് കർഷകരും കർഷക തൊഴിലാളികളും ഏറെയുള്ള കടുത്തുരുത്തിയിൽ കാർഷിക മേഖലയുടെ പ്രതിസന്ധി പരിഹരിക്കാനുള്ള പരിശ്രമങ്ങൾക്കാണ് മോൻസ് ജോസഫ് MLA മുൻഗണന നൽകുന്നത്. ഏറ്റവും കൂടുതൽ മുൻഗണന കൊടുക്കാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഒന്ന് കാർഷിക മേഖലയുടെ പുരോഗതിയാണ്. അതിന്റെ ഭാഗമായി കാർഷിക പുരോഗതിക്ക് വേണ്ടിയിട്ടുള്ള ഒരു മാസ്റ്റർ പ്ലാൻ ഇപ്പോൾ ഈ മണ്ഡലത്തിലുണ്ട്. അത് കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് ഏറ്റവും നല്ല വിധത്തിൽ നടപ്പാക്കുന്നതിനുള്ള പരിശ്രമം തീർച്ചയായിട്ടും ഉണ്ടാകും.
അതോടൊപ്പം തന്നെ വിദ്യാഭ്യാസ പുരോഗതിക്ക് വേണ്ടി ഒരുപിടി കാര്യങ്ങൾ ഇപ്പം ഇതിനോടകം മണ്ഡലത്തിൽ ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് ഒരു എഡ്യൂക്കേഷണൽ ഹബ്ബായി കടുത്തുരുത്തി അസംബ്ലി മണ്ഡലത്തെ മാറ്റുക. നിയോജക മണ്ഡലത്തിൽ 11 പഞ്ചായത്തുണ്ട്. അവിടെ ജനങ്ങൾ ആഗ്രഹിക്കുന്നതും ഇനി ചെയ്യേണ്ടതുമായ കാര്യങ്ങൾക്ക് തീർച്ചയായിട്ടും പ്രയോറിറ്റി കൊടുക്കും. സാങ്കേതിക കാരണങ്ങളാൽ മണ്ഡലത്തിൽ വിവിധ പദ്ധതികൾ മുടങ്ങിക്കിടക്കുന്നുണ്ട്. അവയുടെ പ്രശ്നങ്ങൾ പരിഹരിച്ച് പദ്ധതി യാഥാർത്ഥ്യമാക്കുന്നതിന് പ്രത്യേക പരിഗണന നൽകും. മുൻ വർഷങ്ങളിലേതുപോലെ പദ്ധതികൾ സമയബന്ധിതമായി പൂർത്തിയാക്കാൻ ഗ്രാമപഞ്ചായത്തുകളുടെ സഹകരണം ഉറപ്പാക്കുമെന്നും മോൻസ് ജോസഫ് വ്യക്തമാക്കി. ന്യൂസ് ബ്യൂറോ, കോട്ടയം. വയലുകളുടെ നാടെന്നറിയപ്പെടുന്ന വയനാട്ടിൽ വർഷം തോറും നെൽകൃഷി കുറയുകയാണെന്നാണ് കണക്കുകൾ. അരനൂറ്റാണ്ടിന് മുൻപ് 30,000 ഹെക്ടർ സ്ഥലത്ത് നെൽകൃഷി ഉണ്ടായിരുന്നെങ്കിൽ ഇന്നത് 9,000 ഹെക്ടറിലും താഴെയാണ്. കഴിഞ്ഞ 5 വർഷത്തിനിടെ 2,000 ഹെക്ടറോളം സ്ഥലത്തെ നെൽകൃഷി കർഷകർ ഉപേക്ഷിച്ചു. നെൽകൃഷി പ്രോത്സാഹന പരിപാടികളും മറ്റും നടക്കുമ്പോഴും ജില്ലയിൽ ഓരോ വർഷവും നെൽകൃഷി കുറഞ്ഞുകൊണ്ടിരിക്കുന്നതായാണ് കണക്കുകൾ. 1970കളിൽ വയനാട്ടിൽ 30,000 ഹെക്ടർ സ്ഥലത്ത് കർഷകർ നെൽകൃഷി ഇറക്കിയിരുന്നു. 2015 ആയപ്പോൾ അത് 8,630 ഹെക്ടർ സ്ഥലത്ത് മാത്രമായി കുറഞ്ഞു. 2014 9,200 ഹെക്ടർ സ്ഥലത്ത് നെൽകൃഷിയുണ്ടായിരുന്നു. കൃഷിവകുപ്പിന്റെ കണക്കുപ്രകാരം ജില്ലയിലെ 4 ബ്ലോക്ക് പഞ്ചായത്തുകളിലായി 326 പാടശേഖര സമിതികളാണുള്ളത്. നെൽകൃഷി ചെയ്യുന്ന കർഷകരുടെ എണ്ണം 19,569 ആണ്. മുൻവർഷങ്ങളെ അപേക്ഷിച്ച് കഴിഞ്ഞ വർഷം നഞ്ചകൃഷി ചെയ്തവരിൽ കുറവുണ്ട്. 1,730 ഹെക്ടർ സ്ഥലത്ത് മാത്രമാണ് കഴിഞ്ഞ വർഷം നഞ്ചകൃഷി നടന്നത്. ജില്ലയിൽ ഏറ്റവും കൂടുതൽ നെൽകൃഷി നടക്കുന്നത് നൂൽപ്പുഴ പഞ്ചായത്തിലാണ്, 1,074 ഹെക്ടർ സ്ഥലത്ത്. ഇക്കാലയളവിൽ ഇവിടെയും നെൽകൃഷിയിൽ കാര്യമായ കുറവുണ്ടായി. കൃഷിവകുപ്പും സർക്കാരും കാര്യമായ പ്രോത്സാഹന പരിപാടികൾ ആവിഷ്കരിച്ചില്ലെങ്കിൽ വയൽനാടായ വയനാട് നെൽകൃഷി ഉൽപ്പാദനത്തിൽ അതിന്റെ പ്രതാപകാലത്തെ മാത്രം ഓർമ്മിക്കേണ്ടി വരും. നെല്ലിന്റെ താങ്ങുവിലയും സംഭരണവും പ്രോത്സാഹന പദ്ധതികളും കാര്യക്ഷമമാക്കണമെന്നാണ് കർഷകർ ആവശ്യപ്പെടുന്നത്. ന്യൂസ് ബ്യൂറോ, വയനാട്. കൃഷിവകുപ്പിനെ വിശ്വസിച്ച് വിത്ത് വാങ്ങി കൃഷിയിറക്കിയ കർഷകർ ദുരിതത്തിൽ. കാന്തല്ലൂരിൽ കാബേജ്, ക്യാരറ്റ് വിത്തുകൾ വാങ്ങി കൃഷി ചെയ്തവരാണ് കൃഷി ഒന്നടങ്കം നശിച്ച് ദുരിതത്തിലായത്. 350 ഏക്കർ ഭൂമിയിൽ സർക്കാരിനെ വിശ്വസിച്ച് കൃഷി ചെയ്ത കർഷകരാണ് ഇനി എന്ത് ചെയ്യണമെന്നറിയാത്ത അവസ്ഥയിൽ നിൽക്കുന്നത്. കഴിഞ്ഞ UDF സർക്കാരിന്റെ വാഗ്ദാനം വിശ്വസിച്ച് കൃഷിയിറക്കിയ കർഷകരാണ് കാന്തല്ലൂർ മേഖലയിൽ ദുരിതത്തിലായത്. കൃഷിവകുപ്പ് വിതരണം ചെയ്ത വിത്തുപയോഗിച്ച് കൃഷിയിറക്കിയ കർഷകർക്ക് 350 ഏക്കറിൽ അധികം ഭൂമിയിൽ വിളയിപ്പിച്ച ക്യാബേജ്, ക്യാരറ്റ് കൃഷികളാണ് വിത്തിന്റെ നിലവാരമില്ലായ്മ മൂലം ദുരിതം പേരേണ്ടി വന്നത്. ഇത് വന്നിട്ട് നമുക്ക് കൃഷിഭവന് ഫ്രീ ആയിട്ട് കൊടുത്ത വിത്താണ്. ആ വിത്തിൽ വന്നിട്ട് ഇപ്പോൾ 3 മാസം വിളവെടുക്കുന്ന സമയമായി. ഈ കിളങ്ങായതുകൊണ്ട് മുകളിൽ കായ്ക്കാത്ത ഇതാ. നമുക്ക് ഇതുകൊണ്ട് ഭയങ്കര നഷ്ടമാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. ഇത് കൃഷിഭവനിലും കാണിച്ചു, പിന്നെ ഇതിന് ഒരു മറുപടി അവർ പറഞ്ഞില്ല ഇതുവരെ. ഈ വിത്ത് തന്നെ ഞങ്ങൾ വിത്ത് എടുത്തുകൊണ്ട് വന്ന് കൃഷി ചെയ്യുവാണെങ്കിൽ ഇത്രയും ബുദ്ധിമുട്ട് വരില്ല. ഇത് കൃഷിഭവനും അതുപോലെ VPCക്കും വിശേഷിച്ച് അവർ തന്ന വിത്തിൽ ഏറ്റവും പാഴ്ച പറ്റിയതാണ്. പാഴ്ച പറ്റിയതുകൊണ്ട് ഞങ്ങൾ കർഷകർ മൊത്തം എല്ലാ ദുരിതത്തിലാണ് നിൽക്കുന്നത്. ഇപ്പോൾ പരമ്പരാഗത കൃഷി രീതി പിന്തുടർന്ന കർഷകരെ കൂടുതൽ വിള ലഭിക്കുമെന്ന വാഗ്ദാനം നൽകിയാണ് കൃഷിവകുപ്പ് പുതിയ വിത്തുകൾ നൽകി കൃഷി ചെയ്യാൻ പ്രേരിപ്പിച്ചത്. കൃഷിവകുപ്പ് നൽകുന്ന വിത്തുകളിൽ അപാകതയുണ്ടെന്ന് മുൻകാലങ്ങളിൽ കർഷകർ ഉന്നയിച്ച ആക്ഷേപങ്ങൾ പരിഗണിക്കാതെയാണ് കൃഷിവകുപ്പ് വിത്തുകൾ വീണ്ടും വിതരണം ചെയ്തത്. ഇതാണ് കാന്തല്ലൂരിലെ ക്യാബേജ്, ക്യാരറ്റ് കർഷകരെ കൂടുതൽ ദുരിതത്തിലാഴ്ത്തിയത്. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. മഴക്കാലമായതോടെ വെള്ളത്താൽ ചുറ്റപ്പെട്ടിരിക്കുകയാണ് പന്തളം അറത്തിമുക്ക് കോളനി നിവാസികൾ. വെള്ളപ്പൊക്കത്തോടൊപ്പം പകർച്ചവ്യാധി ഭീഷണിയുടെ പിടിയിലകപ്പെടുകയാണ് കോളനി നിവാസികൾ. ചെറിയ ഒരു മഴ മതി പന്തളം അറത്തിമുക്ക് കോളനി വെള്ളത്തിലാവാൻ. അപ്പോൾ തുടർച്ചയായി മഴ പെയ്താലോ ഇവരുടെ കാര്യം അവതാളത്തിലാകുമെന്നത് പ്രത്യേകിച്ച് പറയേണ്ടതില്ല. മഴ കനത്ത് വെള്ളം കയറുന്നതോടെ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ അസുഖം പിടിപെടുന്നതും ഇവിടത്തെ സ്ഥിരം കാഴ്ചകളായി മാറി. കൊതുകും മറ്റും കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ വളർന്നു വലുതായി രോഗങ്ങൾ പടർത്തുന്നത് ആരോഗ്യവകുപ്പ് അധികൃതർ ഇതുവരെയും ഗൗനിച്ചിരുന്നില്ല. വെള്ളം കയറുന്നതോടെ കുട്ടികളുടെ പഠനവും മുടങ്ങും. ഒരു വർഷത്തിൽ ഒരു 8-9 മാസവും ഈ സ്ഥിതിയിലാണ് ഞങ്ങൾ ഇവിടെ കഴിയുന്നത്. ഞങ്ങൾക്ക് മറ്റു പണിക്ക് പോകാനോ ജീവിക്കാനുള്ള ഒരു വരുമാന മാർഗമില്ലാത്ത ഒരു പട്ടികജാതിപ്പെട്ട കുറെ 10-25 വീട്ടുകാർക്ക് ഈ അവസ്ഥ മാറ്റിക്കിട്ടുന്നതിന് വേണ്ടി ഗവൺമെന്റ് നല്ല ഒരു സഹായം ഞങ്ങൾക്ക് ചെയ്യണം. കൃഷിയും ജീവിതവും ഒരുപോലെ വെള്ളത്തിലായവർ പുതിയ സർക്കാരിലാണ് പ്രതീക്ഷ വെക്കുന്നത്. ന്യൂസ് ബ്യൂറോ, പത്തനംതിട്ട. സംസ്ഥാന കശുവണ്ടി വികസന കോർപ്പറേഷനിൽ തോട്ടണ്ടി വാങ്ങിയതിലെ ക്രമക്കേട് സംബന്ധിച്ച പരാതിയിൽ കശുവണ്ടി കോർപ്പറേഷൻ മുൻ ചെയർമാനും INTUC നേതാവുമായ R ചന്ദ്രശേഖരനെ 1-ാം പ്രതിയാക്കി വിജിലൻസ് കേസെടുത്തു. കോർപ്പറേഷൻ മുൻ MD K രതീഷ്, JMJ കമ്പനി പ്രതിനിധി എന്നിവരെ 2-3 പ്രതികളാക്കിയുമാണ് FIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. UDF സർക്കാരിന്റെ കാലത്താണ് കശുവണ്ടി ഇറക്കുമതി ചെയ്തത്.
2000 മെട്രിക് ടൺ കശുവണ്ടി വിദേശത്ത് നിന്ന് ഇറക്കുമതി ചെയ്തതിൽ നിയമാനുസൃതമുള്ള ടെൻഡർ നടപടികൾ പാലിച്ചില്ലെന്നും നിലവാരമില്ലാത്ത കശുവണ്ടിയാണെന്നും ചൂണ്ടിക്കാട്ടി കൊല്ലം സ്വദേശി മനോജ് പരാതി നൽകിയിരുന്നു. പരാതിയിൽ കോർപ്പറേഷനിലെ മറ്റ് ക്രമക്കേടുകളെക്കുറിച്ച് CBI അന്വേഷിക്കാൻ നേരത്തെ ഹൈക്കോടതി ഉത്തരവുമിട്ടിരുന്നു. 25 ലക്ഷങ്ങൾക്ക് മുകളിലുള്ള ഇടപാടുകൾക്ക് ഈ ടെൻഡർ വേണമെന്ന നിയമം കശുവണ്ടി ഇറക്കുമതിയിൽ പാലിച്ചിരുന്നില്ല. ഒരാൾ മാത്രമായിരുന്നു ടെൻഡറിൽ പങ്കെടുത്തത്. എന്നാൽ റീടെൻഡർ ചെയ്യാൻ അധികൃതർ അന്ന് തയ്യാറായതുമില്ല. ഒരാൾ മാത്രമുള്ളപ്പോൾ റീടെൻഡർ ചെയ്യണമെന്നാണ് വ്യവസ്ഥ. ഒരു ചാക്കിൽ 80 കിലോഗ്രാം കശുവണ്ടിയാണ് ഉണ്ടാവുക. ഇത് സംസ്കരിക്കുമ്പോൾ 24 കിലോഗ്രാം പരിപ്പാണ് കിട്ടേണ്ടത്. എന്നാൽ നിശ്ചിത അളവിൽ പരിപ്പ് കിട്ടിയില്ലെന്നും പരാതി ഉയർന്നിരുന്നു. പല രീതിയിൽ സംസ്ഥാനത്തിന് നഷ്ടം വന്നത് ചൂണ്ടിക്കാട്ടിയായിരുന്നു പരാതി. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. സർക്കാർ ജീവനക്കാരുടെ ശമ്പള പരിഷ്കരണം 5 വർഷം കൂടുമ്പോൾ നടത്തണമെന്നാണ് സർക്കാർ നിലപാടെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഭരണ നടപടികളെല്ലാം അഴിമതി വിമുക്തമാകണമെന്നും പിണറായി പറഞ്ഞു. തിരുവനന്തപുരത്ത് കേരള ഗസറ്റഡ് ഓഫീസേഴ്സ് അസോസിയേഷൻ സുവർണ ജൂബിലി സമ്മേളനത്തിന്റെ സമാപന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. തിരുവനന്തപുരത്ത് കേരള ഗസറ്റഡ് ഓഫീസേഴ്സ് അസോസിയേഷൻ സുവർണ ജൂബിലി സമ്മേളനത്തിന്റെ സമാപന പൊതുയോഗം ഉദ്ഘാടനം ചെയ്താണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ജീവനക്കാരുടെ ശമ്പള പരിഷ്കരണ വിഷയത്തിൽ നിലപാട് വ്യക്തമാക്കിയത്. 5 വർഷ കാലയളവിനുള്ളിൽ തന്നെ മുൻപ് നിലനിൽക്കുന്നതുപോലെ ശമ്പള പരിഷ്കരണം നടത്തുന്നതിനോടാണ് LDF സർക്കാരിന് യോഗ്യത. ശമ്പള പരിഷ്കരണം 10 വർഷത്തിലൊരിക്കലാക്കണമെന്ന ശമ്പള കമ്മീഷൻ ശുപാർശ ജീവനക്കാരിൽ ആശങ്ക ഉളവാക്കിയിട്ടുണ്ടെന്നും പിണറായി പറഞ്ഞു. ഫയലുകൾ തട്ടിക്കളിക്കുന്ന അവസ്ഥ ഒഴിവാക്കാനായി ഓരോ തലത്തിലും തീരുമാനമെടുക്കാൻ ഉദ്യോഗസ്ഥർക്ക് സ്വാതന്ത്ര്യം നൽകും. ജീവനക്കാർക്ക് ന്യായമായ ആനുകൂല്യങ്ങൾ ഇപ്പോൾ ലഭിക്കുന്നുണ്ട്. ആരും പുറംവരവ് പ്രതീക്ഷിക്കരുത്. ഭരണ നടപടികളെല്ലാം അഴിമതി വിമുക്തമാക്കണമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. മന്ത്രിമാരായ E. ചന്ദ്രശേഖരൻ, കടന്നപ്പള്ളി രാമചന്ദ്രൻ തുടങ്ങിയവരും സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. മൂന്നാറിലെ 5 റിസോർട്ടുകൾ അടച്ചുപൂട്ടാനുള്ള നോട്ടീസ് നൽകാൻ പഞ്ചായത്ത് തീരുമാനിച്ചു. റിസോർട്ടുകൾ ലൈസൻസ് പുതുക്കാത്തതിനാലാണ് പഞ്ചായത്തിന്റെ ഈ നീക്കം. ലൈസൻസ് ഇല്ലാത്തതും ചട്ടവിരുദ്ധമായി പ്രവർത്തനം നടത്തിയതിനുമാണ് 5 റിസോർട്ടുകൾ അടച്ചുപൂട്ടാൻ മൂന്നാർ പഞ്ചായത്ത് കമ്മിറ്റി തീരുമാനിച്ചത്. സമീപത്തെ സ്കൂൾ മുറ്റത്തേക്ക് കക്കൂസ് മാലിന്യം ഒഴുക്കിവിട്ട റിസോർട്ടിനെതിരെയും നടപടി സ്വീകരിച്ചിട്ടുണ്ട്. പഞ്ചായത്തിന്റെയും ആരോഗ്യവകുപ്പിന്റെയും പരിശോധനയ്ക്ക് ശേഷമാണ് നടപടി സ്വീകരിച്ചിരിക്കുന്നത്. നടപടിയുമായിട്ട് കമ്മിറ്റിയിൽ ആലോചിച്ച് നോട്ടീസ് കൊടുത്തിട്ട് നിർത്താനുള്ള നടപടിയിലേക്ക് പോയിട്ടു. നോട്ടീസ് കൊടുത്തത് ഇപ്പൊ നമുക്ക് അവർ ഇങ്ങനെ ഈ 5 റിസോർട്ട് അവിടെ തന്നെ സ്കൂളിനകത്തുള്ളതായി നമുക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. പഴയ മൂന്നാറിൽ പ്രവർത്തിക്കുന്ന ഗ്രീൻ റിഡ്ജ്, ബെൽമൌണ്ട്, ഹൈറേഞ്ച് ഇൻ, നിഷ തുടങ്ങിയ റിസോർട്ടുകളാണ് ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിച്ചു വന്നത്. ചട്ടവിരുദ്ധമായി പ്രവർത്തിച്ചത് ടീ ഗാർഡൻ ഇൻ റിസോർട്ടാണ്. നിയമവിരുദ്ധമായി പ്രവർത്തിക്കുന്നവർക്കെതിരെ കർശന നടപടിയുമായി മുൻപോട്ടു പോകാനാണ് പഞ്ചായത്ത് വകുപ്പിന്റെ തീരുമാനം. അതേസമയം പഞ്ചായത്തിന്റെ നടപടിയോട് സഹകരിക്കാൻ റിസോർട്ടുകാർ തയ്യാറായിട്ടില്ല. ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിക്കുന്ന മൂന്നാറിലെ എല്ലാ റിസോർട്ടുകൾക്കെതിരെയും നടപടി സ്വീകരിച്ചാൽ മാത്രമേ തങ്ങളും സഹകരിക്കുകയുള്ളൂ എന്നാണ് ഇവരുടെ നിലപാട്. ന്യൂസ് ബ്യൂറോ, ഇടുക്കി.